അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ യഥോചിതം പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിനപ്പുറം മരണാനന്തരം ഒരു ജീവിതം വരാനുണ്ട് എന്ന വിശ്വാസവും ചിന്തയുമാണ് ഇതുപോലുള്ള സംഗമങ്ങളിൽ എത്തിച്ചേരാനും ഇവിടെ നടക്കുന്ന ഉത്ബോധനങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കാനും നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രോഫ്കോണിൻ്റെ രണ്ടാമത്തെ ദിവസമായ ഇന്നത്തെ ഈ സമാപന സമയത്ത് ഒരല്പസമയം കൂടി ക്ഷമയോടുകൂടി ഇവിടെ ഇരിക്കാൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകവും പാരത്രിക ലോകത്ത് വിജയം കൈവരിക്കണം എന്ന ആഗ്രഹമൊന്നു മാത്രമാണ്. മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെയുള്ള കാലയളവിനെക്കുറിച്ച് ഇവിടെ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമുക്കോരോരുത്തർക്കും ഒരു അന്ത്യമുണ്ട് എന്നതുപോലെ തന്നെ ഈ ലോകത്തിനുമുണ്ട് ഒരു അന്ത്യം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നസ്സാഅത ലആതിയത്തുൻ, തീർച്ചയായും അന്ത്യനാൾ നിലവിൽ വരിക തന്നെ ചെയ്യും. ഈ ലോകം തകരും, ആകാശങ്ങളും ഭൂമിയും തമ്മിൽ കൂട്ടിമുട്ടും, സൂര്യൻ അടുത്തേക്ക് വരും, ചന്ദ്രൻ്റെ പ്രഭ കെട്ടുപോകും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, ഈ ലോകം മറ്റൊരു ലോകമായി മാറും. അത് അതിവിദൂരമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ. അന്ത്യനാളെന്നത് വളരെ വിദൂരത്താണെന്ന് ചിലർ വിചാരിച്ചു പോകുന്നു, എന്നാൽ നാം അതിനെ വളരെ അടുത്തു തന്നെ കാണുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും അല്ലാഹു അറിയിച്ചു തന്നിട്ടില്ല. യസ്അലൂനക അനിസ്സാഅത്ത് അയ്യാന മുർസാഹ, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അറിവ് എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ മാത്രമാണെന്ന് അവരോട് പറഞ്ഞുകൊള്ളുക എന്നാണ്. പക്ഷേ അതിൻ്റെ അറിവ് അള്ളാഹു വ്യക്തമാക്കി വെച്ചിട്ടുണ്ട് എന്നും ഒരാളെയും അള്ളാഹു അത് അറിയിച്ചു തന്നിട്ടില്ല എന്നും അത് വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളെ പിടികൂടുക എന്നും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഒന്നാമത്തെ കാഹളത്തിൽ ഊതുന്നതോടുകൂടി ഈ ലോകം തകർന്ന് തരിപ്പണമാകുമെങ്കിൽ രണ്ടാമത്തെ ഊത്തോടുകൂടി മനുഷ്യരെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നീട് നമ്മെ എല്ലാവരെയും പരലോകത്ത്, പാരത്രിക ലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്. വഹശർനാഹും, അവരെ മുഴുവൻ നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദ, ഒരാളെയും നാം വിട്ടുകളയുകയില്ല എന്നാണ്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളൊരു സംഗമത്തിന് നമ്മൾ പലരെയും വിളിച്ചാൽ ആരെങ്കിലുമൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ലോകത്ത് ജനിച്ചു മരിച്ചുപോയ മുഴുവൻ മനുഷ്യരെയും പാരത്രിക ലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരാളെയും വിട്ടുകളയാത്ത വിധം ഞാനും നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ അവിടെ ഹാജരാകും. ആ അന്ത്യനാളിൽ മനുഷ്യൻ ചെന്ന് നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖ്നാകും അവ്വല മർറ, ആദ്യ തവണ നാം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ ഉടുതുണിയില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, കാലിൽ ചെരുപ്പില്ലാത്തവരായി ഓരോരുത്തരും അവിടെ അണിനിരക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആളുകൾക്ക് തണൽ നൽകി ആദരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവിടെയതാ നമ്മുടെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തപ്പെട്ട രേഖ കയ്യിൽ തരികയാണ്.
വായിച്ചു നോക്കാൻ പറയുകയാണ്. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. എടോ വായിച്ചു നോക്ക് നിന്റെ ഗ്രന്ഥം, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി എന്നാണ്. പ്രിയമുള്ളവരെ, നാം ചെയ്ത ചെറുതും വലുതുമായ നന്മ തിന്മകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വവുദിഅൽ കിതാബ്, ആ ഗ്രന്ഥം അങ്ങ് നൽകപ്പെടുമ്പോൾ ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, കുറ്റവാളികൾ അതിലുള്ളത് കണ്ട് വെപ്രാളത്തോടുകൂടി പേടിച്ചന്താളിച്ച് അവർ പറഞ്ഞു പോകുന്നു, യാ വൈലതന മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്തൊരു ഗ്രന്ഥമാണ് അല്ലാഹുവേ, ചെറുതും വലുതുമെല്ലാം ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ, ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. ആരും അറിയില്ലെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തത്, ഞാൻ പോലും മറന്നുപോയത്, ഹോസ്റ്റലിൽ വെച്ച് ചെയ്തത്, ഹോട്ടലിൽ വെച്ച് ചെയ്തത്, ബാത്റൂമിൽ വെച്ച് ചെയ്തത്, ബെഡ്റൂമിൽ വെച്ച് ചെയ്തത്, പള്ളിയിൽ വെച്ച് ചെയ്തത്, വാഹനത്തിൽ വെച്ച് ചെയ്തത്, ട്രെയിനിൽ വെച്ച് ചെയ്തത്, എല്ലാം രേഖപ്പെടുത്തപ്പെട്ട രേഖ കയ്യിൽ കിട്ടുകയാണ്. അതേ, നന്മകൾ ധാരാളമുള്ളവർക്ക് വലതുഭാഗത്തോടു കൂടിയാണ്. അവന്റെ വലതുഭാഗത്തു കൂടി സന്തോഷത്തോടു കൂടിയാണ് ആ ഗ്രന്ഥം അവൻ സ്വീകരിക്കുക. എന്നാൽ തിന്മകൾ ചെയ്തവർ ഇടത് കൈയിലൂടെ പിറകിലൂടെ ആ ഗ്രന്ഥം വാങ്ങുകയാണ്. എന്നിട്ട് ആ നന്മകളും തിന്മകളും രേഖപ്പെടുത്തപ്പെട്ട രേഖ മീസാനിൽ വെച്ചുകൊണ്ട് ഹിസാബിന്, വിചാരണക്ക് വിധേയമാക്കാൻ നന്മ തിന്മകൾ തൂക്കി നോക്കുകയാണ്. ഫഅമ്മാമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു, നന്മയുടെ ഭാഗം ആരുടേത് കനം തൂങ്ങുന്നുവോ അവർക്ക് സന്തോഷകരമായ ജീവിതമാണ്, സംതൃപ്തിയുടെ ഭവനമായ സ്വർഗമാണ്. എന്നാൽ ആരുടെ നന്മയുടെ ഭാഗം കനം കുറഞ്ഞു പോകുന്നുവോ അവരുടെ സങ്കേതം ഹാവിയത്താണ്. അതെന്താണ്? ചൂടേറിയ നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, മീസാനും കഴിഞ്ഞ് സിറാത്തിൽ ഓരോരുത്തരും ചെന്നു നിൽക്കും. നരകത്തിനടുത്ത് സ്ഥാപിച്ച പാലത്തിൽ എല്ലാവരും ചെന്നു നിൽക്കും. ഒരാളും അവിടെ വരാതിരിക്കില്ല എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ. വഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ അടുത്ത് വരാത്തവരായി, സിറാത്തിൽ വരാത്തവരായി ഒരാളും തന്നെയില്ല. ആദം നബി വരും, മൂസാ നബി അലൈഹിസ്സലാം വരും, പ്രവാചകന്മാർ മുഴുവൻ വരും, അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹുകളും ശുഹദാക്കളും താന്തോന്നികളും തമ്മാടികളും മദ്യപാനികളും വ്യഭിചാരികളും കാഫിറുകളും മുശ്രിക്കുകളും ഞാനും നിങ്ങളും ആ നരകത്തിന്റെ അടുത്ത് വരും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ, അതല്ലാഹുവിന്റെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ടോ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, അവിടെ നിന്ന് തഖ്വ കാണിച്ച് ജീവിച്ച ആളുകൾ, ജീവിതത്തിൽ നന്മകൾ ചെയ്തവർ, നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചവർ, മാതാപിതാക്കൾ ബഹുമാനിച്ചവർ, അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിച്ചവർ, അവന്റെ കൽപ്പനകൾ പാലിച്ചവരില്ലേ, അവരെ തഖ്വ കാണിച്ച ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ തിന്മ ചെയ്തവർ, കളവുകൾ പറഞ്ഞവർ, അക്രമങ്ങളിൽ മുഴുകിയവർ, അശ്ലീലതകൾ കണ്ടാസ്വദിച്ചവർ ആ നരകത്തിലേക്ക് മുട്ടുകുത്തി വീഴ്ത്തപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയം 71-72 വചനങ്ങളിൽ പ്രിയമുള്ളവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ നരകത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ശിക്ഷയുടെ സങ്കേതമാണ്, ശാപകോപതാപങ്ങളുടെ താവളമാണ്. അവിടെ കിട്ടുന്ന ചെറിയ ശിക്ഷ പോലും നമുക്ക് താങ്ങാനാവാത്തതാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ കിട്ടുന്ന ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് തീയിന്റെ വള്ളികളുള്ള ചെരുപ്പുകൾ ധരിപ്പിക്കലാണ്. ആ ചെരുപ്പ് ധരിക്കുമ്പോഴേക്ക് അവന്റെ തലച്ചോറ് തിളച്ചു മറിയുകയാണ്, അവന്റെ മൂർധാവ് പൊട്ടിയൊഴുകുകയാണ്, അവന്റെ കണ്ണുകൾ അടർന്നു വീഴുകയാണ്, അവന്റെ മുഖം ചുക്കിച്ചുളിയുകയാണ്, അവന്റെ ചുണ്ടുകൾ കത്തിക്കരിയുകയാണ്, അവന്റെ തൊലി ഉരുകിയൊഴുകുകയാണ്. വീണ്ടും അല്ലാഹു തൊലി നൽകുമെന്നും വീണ്ടും വീണ്ടും അവനെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുമെന്നും നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിലെ, ഈ ഭൗതിക ജീവിതത്തിലെ ചൂടുപോലും നമുക്ക് താങ്ങാനാവുന്നില്ല. ഇന്നത്തെ ഉച്ച സമയത്തെങ്ങാനും AC ഇല്ലാതെ ഈ ഹാളിലിരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല. ചൂടിൽ നിന്ന് ആശ്വാസം കൊള്ളാൻ ഫാനിട്ടുകൊണ്ടും കൂളർ ഓണാക്കിക്കൊണ്ടും അങ്ങനെ കയ്യിലുള്ളത് മിന്നിക്കൊണ്ടുമൊക്കെ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നുവെങ്കിൽ
തീർച്ചയായും ഒരു മനുഷ്യന് ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടുന്നത് ഒന്ന് നിഴലിലേക്ക്, തണലിലേക്ക് അവൻ എത്തിച്ചേരുമ്പോഴാണ്. എന്നാൽ നമുക്ക് നരകത്തിലാണ് താവളമെങ്കിൽ, താമസമെങ്കിൽ അവിടെ കിട്ടുന്ന തണല് പോലും ചൂട് കൂട്ടുന്ന തണലാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വദില്ലിം മിൻ യഹ്മൂം, കരിമ്പുകയുടെ തണലാണ്. ആശ്വാസം കിട്ടുമെന്ന് ചെല്ലുമ്പോൾ മുകളിൽ നിന്ന് അവൻ്റെ ശരീരത്തിലേക്ക് കൂടുതൽ ചൂട് നൽകുന്ന കരിമ്പുകയുടെ തണലാണ് അവിടെ ഉള്ളത് എന്നാണ്. നമുക്ക് ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കുക അല്പം തണുത്ത കാറ്റടിക്കുമ്പോഴാണ്. എന്നാൽ നരകത്തിൽ കിട്ടുന്ന കാറ്റുപോലും ചൂട് കൂടുന്ന കാറ്റാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഫീ സമൂമിൻ വഹമീം, അതേ തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ് അവിടെയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമുക്ക് ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടുക അല്പം വെള്ളം കുടിച്ചാലാണ്. തണുത്ത പാനീയം കുടിച്ചാൽ ആശ്വാസം ലഭിക്കും. പക്ഷേ നരകത്തിൽ അവന് കുടിക്കാൻ ലഭിക്കുന്ന വെള്ളവും അവൻ്റെ കൂടുതൽ ചൂട് കൂടുതലാക്കുന്ന വെള്ളമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഹമീം എന്ന പാനീയമാണ് നരകാവകാശികൾക്ക് കുടിപ്പിക്കപ്പെടുന്ന വിവിധ പാനീയങ്ങളിൽ ഒരു പാനീയം. എന്താണ് അതിൻ്റെ പ്രത്യേകത? അവൻ്റെ കുടൽമാലകളെ അത് ഛിന്ന ഭിന്നമാക്കും. കുടിക്കണമെന്നാഗ്രഹിച്ച് ദാഹം കൊണ്ട് കുടിച്ചു പോകും. അവൻ്റെ ചുണ്ടുകൾ അത് കരിയും, അവൻ്റെ മുഖങ്ങളെ കരിച്ചു കളയും. മുഹിലെന്ന പാനീയം അവിടെ ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ലഹരി ഉപയോഗിച്ച് ജീവിച്ച ആളുകൾക്ക് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന നരകാവകാശികളുടെ രക്തവും ചെലവും കൊണ്ടും ഉണ്ടാക്കുന്ന ഒരു തരം പാനീയമാണ് നരകത്തിലുള്ളതെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, ചൂടിൽ നിന്ന് ആശ്വാസം കിട്ടാൻ പിന്നീട് നമുക്കുള്ള മാർഗം കട്ടിയില്ലാത്ത നേരിയ വസ്ത്രം ധരിക്കുക എന്നാണ്. എന്നാൽ നരകത്തിലുള്ള വസ്ത്രം എന്താണ്? സറാബീലുഹും മിൻ ഖത്തിറാൻ, ടാറുകൊണ്ടുള്ള, കീലുകൊണ്ടുള്ള ഉരുകിയ വസ്ത്രമാണ് അവരെ നരകാവകാശികൾക്ക് ധരിക്കാൻ കിട്ടുന്നത് എന്നാണ്. അവരുടെ മുഖം തീ കൊണ്ട് വലയം ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. സഹോദരങ്ങളെ, ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. എന്താണ് മാർഗം? ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം, അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഒരു ദിവസം 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹു, അല്ലാഹുവേ ആ മനുഷ്യനെ ഈ സ്വർഗത്തിലേക്ക് നൽകണമേ. ആരെങ്കിലും നരകത്തിൽ നിന്ന് 3 തവണ രക്ഷ തേടിയാൽ നരകം പറയും, അല്ലാഹുവേ എന്നിൽ നിന്ന് അയാളെ അകറ്റി നിർത്തണമേ എന്ന്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് രക്ഷ തേടുകയാണ്. പ്രിയമുള്ളവരെ, സ്വർഗമെന്നത് ആസ്വാദനങ്ങളുടെ, ആഡംബരങ്ങളുടെ, അനുഭൂതികളുടെ എന്തും ആഗ്രഹിക്കുന്നുവോ അത് നൽകപ്പെടുന്ന ലോകമാണ്. ഈശത്തുൻ റാളിയ, സംതൃപ്തിയുടെ ജീവിതമാണ് ആ സ്വർഗത്തിൽ നമുക്ക് കിട്ടാനുള്ളത്. അതേ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ഇന്നേ വരെ വിഭാവനം ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത ആകാശഭൂമികളോളം വിശാലമായ ഒരു സ്വർഗമുണ്ട് നമ്മെ കാത്തിരിക്കുന്നു. നാം വിശ്വാസികളാണെങ്കിൽ, നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ, തിന്മകളില്ലാത്ത പാപമുക്ത ജീവിതം നയിക്കാൻ നാം സന്നദ്ധരാണെങ്കിൽ, സുഖാഡംബരങ്ങളുടെ സ്വർഗം, സുഖാനുഭൂതികളുടെ സ്വർഗം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലഗുറഫ, സ്വർഗത്തിൽ ചില റൂമുകളുണ്ട്. തുറാബുതൂനുഹാ മിൻ ളുഹൂരിഹാ വളുഹൂറുഹാ മിൻ ബുതൂനിഹാ, പുറത്തു നിന്ന് നോക്കിയാൽ അകത്തേക്ക് കാണുന്ന, അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണുന്ന ഒരു തരം പ്രത്യേക മുത്തുപോലുള്ള റൂമുകൾ സ്വർഗത്തിലുണ്ട്. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കാണ് പ്രവാചകരെ അത് കിട്ടുക? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ലിമൻ അത്വാബൽ കലാം വഅത്അമത് തുആം വഅദാമ സിയാം വസല്ല ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാം. ഇന്നു മുതൽ തുടങ്ങട്ടെ നമ്മുടെ ജീവിതത്തിൽ ഈ 4 പുണ്യങ്ങൾ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കിയവർക്ക്, സത്യസന്ധമായി സംസാരിക്കുന്നവർക്ക്, വഅത്അമത് തുആം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവർക്ക്, വഅദാമ സിയാം, സുന്നത്ത് നോമ്പുകളും മറ്റും പതിവാക്കുന്നവർക്ക്, വസല്ലാ ബില്ലൈലി ലിന്നാസി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും രാത്രി എഴുന്നേറ്റ്
രാത്രി നമസ്കാരം നിർവഹിക്കുന്നവർക്ക് ആ സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സ്വർഗമെന്ന് കേൾക്കുമ്പോൾ സ്വഹാബത്തിന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. നരകമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് വല്ലാത്ത പേടിയായിരുന്നു. അന്തർത്തുക്കും നാരൻ തലല്ല എന്ന ആയത്ത് ആളിക്കത്തുന്നൊരു നരകത്തെക്കുറിച്ച്, ഹൃദയങ്ങളിലേക്ക് ആളിപ്പടരുന്നൊരു തീയിനെ കുറിച്ച് നാം നിങ്ങൾക്ക് താക്കീത് നൽകുന്നു എന്ന ആയത്ത് മുഴുവനായും ഓതി തീർക്കാൻ കഴിയാതെ ബോധരഹിതരായി വീണവരായിരുന്നു നമ്മുടെ മുൻഗാമികളായ സച്ചരിതരായ പൂർവ്വസൂരികൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലൊരു സദസ്യരോട് ഒരിക്കൽ ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വാഇമ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരനായി നേരം പുലർന്നവൻ ആരാണ്? അതാ ഒരു സഹാബി എഴുന്നേറ്റ് നിൽക്കുന്നു. ആ സുഹാബി പറയുന്നു, അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് പ്രവാചകരെ, എനിക്കിന്ന് നോമ്പുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ചോദ്യം, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അഗതിക്ക് ഭക്ഷണം കൊടുത്തവൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവൻ ആരുണ്ട്? അതേ സുഹാബി പറയുന്നു, ഞാനുണ്ട് പ്രവാചകരെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂന്നാമത്തെ ചോദ്യം അതെന്താണ്? അതേ, മൻ, നിങ്ങളുടെ കൂട്ടത്തിൽ മൻ ആദ മിൻകുമുൽ യൗമ മരീള, ഒരു രോഗിയെ സന്ദർശിച്ചവനായി ആരുണ്ട്? ഞാനുണ്ട് പ്രവാചകരെ. മൻ ഷഹിദ മിൻകുമുൽ യൗമ ജനാസ, ഒരു ജനാസ സംസ്കരണ മുറകളിൽ, മയ്യത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുത്തവൻ ആരുണ്ട്? ഞാനുണ്ട് പ്രവാചകരെ. ഈ നാലുത്തരവും പറഞ്ഞത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു, മജ്തമഅ ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന മജ്തമഅന, ഈ നാലു കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ, ഫിംറിഇൻ, ഒരു മുസ്ലിമിൽ ഒരു ദിവസം ഈ നാല് പുണ്യങ്ങൾ ഒത്തു വന്നാൽ, ഇല്ലാ ദഖലൽ ജന്ന, അവന് സ്വർഗം കിട്ടാതിരിക്കില്ല എന്നാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ നമുക്ക് പോകണം. വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ സ്വർഗാവകാശികളാകുന്നതിനു വേണ്ടി ഒരൊറ്റ ആയത്തിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ 9-ാം അധ്യായം സൂറത്തു തൗബയിലെ 112-ാമത്തെ വചനം ഏറെ ആഴത്തിൽ വിശദീകരിച്ചു പഠിച്ച് മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ ആയത്തിൽ അല്ലാഹു പറയുന്നു, അത്തായിബൂന, ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് തൗബ ചെയ്തു മടങ്ങുന്നവർ, അൽ ആബിദൂന, എന്നിട്ട് ധാരാളം ഇബാദത്തുകളിൽ മുഴുകുന്നവർ, അൽ ഹാമിദൂന, അൽഹംദുലില്ലാ എന്ന വാചകം വർദ്ധിപ്പിക്കുന്നവർ, അസ്സായിഹൂന, എന്നിട്ട് സുന്നത്ത് നോമ്പുകൾ, മറ്റു നോമ്പുകൾ അനുഷ്ഠിക്കുന്നവർ, അർറാക്കിഊന സാജിദൂൻ, കൃത്യമായി നമസ്കരിക്കുന്നവർ, അൽ ആമിറൂന ബിൽ മഅറൂഫ്, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവർ, വന്നാഹൂന അനിൽ മുൻകർ, തിന്മയിൽ നിന്ന് ജനങ്ങളെ വിരോധിക്കുന്നവർ, വൽ ഹാഫിളൂന ലിഹുദൂദില്ലാ, അല്ലാഹു നിശ്ചയിച്ച പരിധികൾ ലംഘിക്കാതെ കാത്തു സൂക്ഷിച്ച് ജീവിച്ചവർ, വബശ്ശിരിൽ മുഅ്മിനീൻ, അത്തരം വിശ്വാസികൾക്കുള്ളതാണ് സ്വർഗം, അത്തരം വിശ്വാസികൾക്കുള്ളതാണ് സ്വർഗം. തൗബ ചെയ്യുക, ഇബാദത്തെടുക്കുക, അല്ലാഹുവിനെ സ്തുതിക്കുക, നോമ്പനുഷ്ഠിക്കുക, നമസ്കാരം നിലനിർത്തുക, നന്മയിലേക്ക് ക്ഷണിക്കുക, തിന്മയിൽ നിന്ന് ജനങ്ങളെ വിരോധിക്കുക, അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥോചിതം പാലിക്കാൻ നാം തയ്യാറാവുക എങ്കിൽ തീർച്ചയായും നമുക്ക് സ്വർഗമുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ആ സ്വർഗത്തെക്കുറിച്ച് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവിടെ കിട്ടുന്ന ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം, ഒരു കാൽപാദം വെക്കാനുള്ള സ്ഥലം ഈ ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറായ കാര്യമാണ്. അതാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ അജണ്ട, അതാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും പല ആളുകൾക്കും പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് പോകണമെന്ന് തോന്നിയപ്പോൾ ഇതിൻ്റെ സംഘാടകർ പോകല്ലേ എന്ന് പറഞ്ഞത്, അല്പം ഇരിക്കൂ എന്ന് പറഞ്ഞത്, ഈ കാര്യങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞത് ആ പല്ലെളിച്ചു പോകുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, ആ സുഖാനുഭൂതികൾ ആസ്വദിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഉത്തരവാദിത്തമാണത്. അവിടുന്ന് പറയുന്നു, ഞാനും നിങ്ങളും തമ്മിലുള്ള ഉപമ എന്ന് പറയുന്നത്, തീ കത്തിച്ച ആ തീ കണ്ട് പാറ്റകളും പ്രാണികളും അതിലേക്ക് പാറി വരുമ്പോൾ അതിനെ കൈകൊണ്ട് തട്ടിമാറ്റുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. നിങ്ങൾ നരകത്തിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുകയാണ്. പോകല്ലേ ആ നരകത്തിൽ, ആവില്ല നിങ്ങൾക്ക് താങ്ങാൻ, സഹിക്കില്ല നിങ്ങൾക്ക് ആ നരകത്തിൽ. അതുകൊണ്ട് പോവല്ലേ. അല്ലാഹു ഒരുക്കി വെച്ച പാപമോചനത്തിലേക്ക്, സ്വർഗത്തിലേക്ക് ധൃതിയിൽ കടന്നു വരൂ.
ധൃതിയിൽ വരൂ എന്ന സന്ദേശം നെഞ്ചകത്തേറ്റിക്കൊണ്ടാകാം ഈ പ്രോഫ്കോണിന്റെ 2ാമത്തെ ദിവസം ഈ ഹാളിൽ നിന്ന് നാം തിരിച്ചു പോകുന്നത്. നമുക്ക് സ്വർഗത്തിലേക്ക് ധൃതി കാണിക്കാം, നന്മകളിൽ നമുക്ക് മുന്നേറാം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ സിയാമനാ وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.